തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി വെറും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധി യുദ്ധസന്നാഹവുമായി ബീഹാറിന്റെ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒരിക്കൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ കോൺഗ്രസ് കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. എന്നാൽ UP പോലെയൊക്കെ തന്നെ ബീഹാറിലും കോൺഗ്രസിന് വലിയ തിരിച്ചടികളാണ് കിട്ടിയത്. ഇന്നിപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ വലിയ സീറ്റുകളൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വാശിപിടുത്തവുമില്ലാതെ വിജയിക്കുമെന്ന ഉറപ്പുള്ള സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങി. കഴിഞ്ഞ തവണ 75 സീറ്റുകൾ മത്സരത്തിനായി വാങ്ങിക്കൂട്ടിയെങ്കിലും ആകെ വിജയിക്കാനായത് 19 സീറ്റുകളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വിജയിക്കുമെന്ന് ഉറപ്പുള്ള 61 സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുകയുള്ളൂ. രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ബീഹാർ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് മഹാഗഠബന്ധൻ തേരിലേറി വീണ്ടും ഒരംഗത്തിന് തയ്യാറെടുക്കുകയാണ്. സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാവുന്ന അസ്വാരസ്യവും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ഘട്ടത്തിലും ബീഹാറിൽ സജീവമാണ്. RJDയും കോൺഗ്രസും ചിലയിടങ്ങളിൽ സൗഹൃദ മത്സരത്തിൽ നിൽക്കാനടക്കം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയപ്പോഴാണ് തീരുമാനമാകുന്നത്. ബീഹാറിൽ 243 സീറ്റുകളിൽ 143 സീറ്റുകളിൽ RJD മത്സരിക്കുമ്പോൾ 61 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. ഇന്ത്യ സഖ്യത്തിനുള്ള CPIMLന് 20 സീറ്റും ബാക്കിയുള്ളവ മുകേഷ് സഹാനിയുടെ VIP-ക്കുമാണ്. സഖ്യത്തിൽ കോൺഗ്രസ് RJDയേക്കാൾ ബഹുദൂരം പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായത് പെട്ടെന്നുണ്ടായ പാർട്ടിയുടെ പതനം മൂലമല്ല. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടാൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇല്ലാതെ ബീഹാറിനെ മാറ്റിയത് കോൺഗ്രസ് പാർട്ടിയുടെ പിഴവും ബീഹാറിലെ ജാതീയ സാമുദായിക രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റവുമാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇന്ന് കോൺഗ്രസ് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ലാലു പ്രസാദ് യാദവ് യുഗത്തിനും പിന്നീട് നിതീഷ് കുമാർ യുഗത്തിനും മുമ്പ് കോൺഗ്രസ് അരങ്ങുവാണൊരു കാലം ബീഹാറിലുണ്ടായിരുന്നു. ബീഹാർ സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ശ്രീകൃഷ്ണ സിൻഹയായിരുന്നു. 14 വർഷത്തോളം സിൻഹയുടെ മരണം വരെ അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായി തുടർന്നു. ശ്രീകൃഷ്ണ സിൻഹയുടെ മരണത്തോടെ ദീപ് നാരായൺ സിംഗ് കോൺഗ്രസ് മുഖ്യമന്ത്രിയുമായി. വിനോദാനന്ദ് ജായും കൃഷ്ണ ബല്ലഭ് സഹയുമെല്ലാം പിന്നാലെ മുഖ്യമന്ത്രിമാരായി. 47 മുതൽ 67 വരെ കോൺഗ്രസ് തന്നെ ബീഹാറിൽ അധികാരത്തിൽ അങ്ങനെ തുടർന്നു. സവർണർക്കും ദളിതർക്കും പിന്നോക്കക്കാർക്കുമെല്ലാം കോൺഗ്രസ് ആയിരുന്നു അവരുടെ ഏക ആശ്രയം. അവിടെ നിന്നാണ് വലിയ പതനത്തിലേക്ക് ബീഹാറിൽ കോൺഗ്രസ് നീങ്ങുന്നത്. 1967 KB സഹായയുടെ സർക്കാർ 2 വരൾച്ചകൾക്ക് ശേഷം നേരിട്ട തിരഞ്ഞെടുപ്പിൽ അടിപതറുകയും ചെയ്തു. ജാതി രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ടത് കോൺഗ്രസിനുള്ളിൽ വിഭാഗീയതയും ഗ്രൂപ്പ് പോരും ഉണ്ടാക്കി. ബീഹാറിന് ഇന്നും വലയ്ക്കുന്ന സവർണ പിന്നോക്ക വിഭാഗങ്ങളുടെ വടംവലി കൂടിയായിരുന്നു ആ കാലഘട്ടം. പിടിച്ചു നിൽക്കാനുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായി കോൺഗ്രസിന് കൃത്യമായ നിലപാട് ഇവിടെ അവതരിപ്പിക്കുന്നതിൽ പിഴവും സംഭവിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും 1967 തിരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായ മാറ്റമാണ് അതിന്റെ കാതലെന്ന് കാണാം. അങ്ങനെ സംസ്ഥാനത്ത് ആദ്യമായി മഹാമായ പ്രസാദ് സിൻഹയിലൂടെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായി വന്നു. അസ്ഥിരമായ ഒരു സർക്കാരിന്റെ ആടി ഉലയലിൽ മുഖ്യമന്ത്രിമാർ ദിവസങ്ങൾക്കിടയിൽ മാറി മാറി വന്നു. ഒടുവിൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണവും ഏർപ്പെടുത്തി. 68 കോൺഗ്രസ് മുഖ്യമന്ത്രി വന്നെങ്കിലും അസ്ഥിരമായി തുടർന്ന ബീഹാറിൽ 1967 മുതൽ 1980 വരെയുള്ള 13 വർഷക്കാലത്തിൽ 15 മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഭിന്നത നിറഞ്ഞ സംസ്ഥാന നിയമസഭയ്ക്ക് 2 വാർഷിക സമ്മേളനങ്ങളും 6 ആഴ്ചയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി കർപ്പൂരി ഠാക്കൂറിലൂടെ ബീഹാർ പിടിച്ചെടുക്കുകയായിരുന്നു. ഇന്ദിരയുടെ 1980 തിരിച്ചുവരവ് ബീഹാറിലും പ്രതിഫലിച്ച് കോൺഗ്രസ് പിന്നീട് അധികാരത്തിൽ വന്നു. ജഗന്നാഥ് മിശ്ര എന്ന നേതാവിലൂടെയാണ് 1990 പടിയിറങ്ങും വരെ കോൺഗ്രസ് ബീഹാർ ഭരിച്ചത്. മിശ്രയ്ക്ക് ശേഷം പിന്നീട് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വാഴിക്കാൻ ബീഹാറിന് യോഗമുണ്ടായിട്ടില്ല എന്ന് ഓർക്കേണ്ട കാര്യമാണ്. അവിടേക്കാണ് ഒരു യുദ്ധഭൂമി സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി 35 വർഷത്തെ കണക്ക് ചോദിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്.